ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സനാസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. ഞാൻ കുറേ നാളായി വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ 2 ദിവസമായിട്ട് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇനി തുടർന്ന് വീഡിയോ ആയിട്ട് വരാമെന്ന് കരുതുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇന്ന് വളരെ മനോഹരമായൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ ഞാനും ഇക്കയും ഞങ്ങളുടെ ചെറിയ മോനും അതുപോലെ തന്നെ നമ്മളൊരു കസിനാണുള്ളത്. അപ്പോൾ നമ്മൾ റുമൈസ് എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ ഒരു ഫാം ഹൗസ്, അൽറബ ഫാം ഹൗസിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത് കേട്ടോ. നമ്മൾ ചാവക്കാട്ടുകാർ എന്നുള്ള ഒരു സൗഹൃദ കൂട്ടായ്മ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ മസ്കറ്റിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ചീഫ് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ള ആൾ ഇപ്പോൾ നിങ്ങൾക്ക് ആരാണെന്ന് ഏകദേശം മനസ്സിലായി കാണും. നമ്മുടെ ആടുജീവിതം കണ്ടവർക്കറിയാം. അതിൽ നമ്മുടെ വില്ലൻ നമ്മളെ പൃഥ്വിരാജിനൊക്കെ ഒരുപാട് ക്രൂരമായിട്ട് ആക്രമിച്ചെന്ന് തന്നെ പറയാം. അപ്പോൾ പടത്തിൽ ആ ആളെ എനിക്ക് കുറച്ച് വിഷമം പിടിപ്പിച്ച ഒരാളായിരുന്നു. എന്നാലും നമ്മൾ വിശദമായിട്ട് തന്നെ പരിചയപ്പെടലും കാര്യങ്ങളും സംസാരിക്കലൊക്കെ ചെയ്ത് ആൾ ഭയങ്കര ശുദ്ധനാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് വഴിയെ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ആ ആൾ ഗസ്റ്റ് വന്ന് ആ ടൈമിൽ ആൾക്ക് ഇരിക്കാനുള്ളൊരു പ്ലേസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്തേക്ക് അവർ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇത് വർഷത്തിലുണ്ടാവാറുള്ള ഒരു പരിപാടിയാണ്. ഈദിൻ്റെയും ഈസ്റ്ററിൻ്റെയും അതിൻ്റെ പോലെ തന്നെ ഓണത്തിനും കൂടിയിട്ടുള്ള 3 ആഘോഷങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു പോയല്ലോ. അത് സംബന്ധമായിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദർ ആയിരുന്നു. ഈ ഫാം ഹൗസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഫാം ഹൗസിലേക്ക് പോയിട്ടുള്ളത്. പക്ഷേ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടിട്ടാണ്. കാരണം നല്ല സൗകര്യങ്ങൾ, നമ്മളൊരു 5ഓ 10ഓ ഫാമിലിയൊക്കെ ആയിട്ട് പോയാലും നമുക്ക് ഒരുപാട് നല്ല സൗകര്യമുള്ള ഒരു ഫാം ഹൗസാണ്. എന്തായാലും ഞങ്ങൾ നോട്ടിട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും കൂടെ ഒരു ദിവസം പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ സദ്യ ആയിരുന്നു കേട്ടോ. നാടൻ സദ്യ, നല്ല അടിപൊളി സദ്യ. കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു അതുപോലെ സദ്യ കഴിച്ചിട്ട്. അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലങ്ങളും സ്വിമ്മിംഗ് പൂളും ആ ടൈമിലൊക്കെ അവിടെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഒരുപാട് കുട്ടികളുണ്ട്. കാരണം എല്ലാവർക്കും കണ്ണെത്താൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്ലോസ് ചെയ്തിട്ട് ഇട്ടിരിക്കുകയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഓരോരുത്തർ ഈ നമ്മളെ ആക്ടറിനെ വന്ന് കാണുന്നുണ്ടായിരുന്നു, ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു, വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. എല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇക്ക ആണെന്നുണ്ടെങ്കിൽ ആളോട് ഒരുപാട് സംസാരിച്ച് ആ പറഞ്ഞു കൊടുക്കുന്നത് എന്നെ കുറിച്ചിട്ടാണ്. കാരണം ആടുജീവിതം എന്ന പടത്തിൽ എനിക്ക് ഈ ആളെ ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പോൾ ഈ ആൾ വന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. എനിക്ക് ആ ഒരു പടത്തിൻ്റെ സീനാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇനി പടം കണ്ടെന്ന് വെച്ചിട്ട് ആരും പൊങ്കാലടാൻ വരണ്ട കേട്ടോ. അപ്പോൾ ആ ഒരു പടത്തിൻ്റെ സീൻ ഓർമ്മ വന്നാൽ അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആൾ പറയണത് എന്താ വെച്ചാൽ മൂപ്പരാളുടെ വൈഫും മൂപ്പരാളും കൂടിയിട്ട് 25th കഴിഞ്ഞ മാസം 25th ഇവിടെ ഇതിൻ്റെ ഈ ഫിലിമിൻ്റെ ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു അത്രേ. അതിന് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്തും മൂപ്പരാളുടെ വൈഫും സെയിം തന്നെയാണ് ഇപ്പോൾ ഫിലിം കണ്ട് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അത് ആ പടത്തിന് വേണ്ടി ചെയ്യണതാണ് അങ്ങനെ എന്നൊക്കെ കുറേ പറഞ്ഞ മൂപ്പരാൾ. പക്ഷെ സംസാരിച്ചപ്പോൾ നല്ലൊരു ശുദ്ധനായൊരു ആളാണ് കേട്ടോ. എനിക്ക് ഞാൻ സംസാരിച്ചിട്ടില്ല. ഇക്ക സംസാരിച്ച് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആളൊരു പാവമാണ്. അപ്പോൾ പിന്നെ ഓരോ കഥാപാത്രങ്ങളായി മാറുന്നതിനെ കുറിച്ചിട്ടും എല്ലാം വിശദമായിട്ട് ഇങ്ങനെ പറഞ്ഞു തരികയാണ് ഞങ്ങൾക്ക്. അങ്ങനെ ആളായിട്ടൊക്കെ കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് കടന്നു. അന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് മോർണിംഗ് ഒരു 9 o'clock മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ മോർണിംഗ് 9 o'clock തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് മോർണിംഗ് പോകാൻ പറ്റിയില്ല. കാരണം ഫ്രൈഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജുമാ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളവിടെ എത്തിയത്. അങ്ങനെ അതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആക്ടറിനോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് ഞങ്ങളിതാ അവിടെ സ്റ്റേജും നമുക്ക് ഇരുന്ന് കാണാനായിട്ടുള്ള ഒരു ഹാളുണ്ട്. അവിടെയൊക്കെ നമ്മൾ തിരിച്ച് വന്ന് നമ്മൾ ഗസ്റ്റുകളെ അവിടെ അവർ സ്റ്റേജിലോട്ട് വിളിക്കലും പൊന്നാട അണിയിക്കലും അങ്ങനെയുള്ള അവരുടേതായിട്ടുള്ള കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഡാൻസ് പ്രോഗ്രാമും പാട്ടുകളും കാര്യങ്ങളായിട്ട് അടിപൊളി പരിപാടി തന്നെയായിരുന്നു. അതായത് രാത്രിയിൽ ഒരു 9 മണി വരെയൊക്കെ ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. അടിപൊളി പരിപാടികളും കാര്യങ്ങളെല്ലാം ആയിരുന്നു.
നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഒത്തുകൂടലും കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്ലാറ്റിലുള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാം കൊണ്ടും നമ്മുടെ മാനസികമായിട്ട് നമുക്ക് ഈ ഹസ്ബൻഡിന് ലീവ് ഉണ്ടാകുമ്പോൾ 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം ലീവ് ഉണ്ടാകുമ്പോൾ ഒന്ന് പുറത്തൊക്കെ പോവുക, പിന്നെ ഫുൾ ടൈം നമ്മൾ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാമുകളും കാര്യങ്ങളാകുമ്പോൾ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സുകളെ കാണാൻ പറ്റും, നമ്മളെ നാട്ടുകാരെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഞങ്ങൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഈ ചാവക്കാട് എന്നുള്ള സ്ഥലം. അതുപോലെ തന്നെ തൃശ്ശൂർ കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ടും വേറെ ഒരു കൂട്ടായ്മ ഉണ്ട്. അത് ആ പ്രായത്തെ പ്രോഗ്രാം നമ്മൾ പോവാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലൊക്കെ നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോയാൽ അല്ലെങ്കിൽ പൂരത്തിനൊക്കെ പോകുമ്പോഴത്തെ ആ ഒരു പ്രതീതിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ല ശരിക്കും ആ ഒരു ദിവസം നമ്മൾ എല്ലാവരും നല്ല പോലെ എൻജോയ് ചെയ്ത് ഈ ഒരു ഒപ്പന ഉണ്ടല്ലോ, ഇത് ആണുങ്ങളുടെ ഒപ്പനയാണ് കേട്ടോ. തകർത്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം അടിപൊളി ഒപ്പനയായിരുന്നു. പെണ്ണുങ്ങളൊക്കെ ഇവരെ മുന്നിൽ തോറ്റു പോകുന്നു എന്ന് പറയുന്ന രീതിയിലായിരുന്നു അവരൊപ്പന. പക്ഷേ അത് കോപ്പറേറ്റ് കിട്ടുന്ന കാരണമാണ് ഞാനത് സ്പീഡാക്കിയിട്ട് അത് വിടുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ കൊച്ചു മക്കളുടേതായും വലിയ കുട്ടികളുടേതായിട്ടും ഒരുപാട് ഡാൻസ് പരിപാടികളും സോങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും ഞാൻ ഇതിൽ സൗണ്ട് കൊടുത്തിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ നിങ്ങൾക്കറിയാലോ. അടിപൊളി പാട്ടുകളും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ നമുക്ക് ഒറിജിനൽ സൗണ്ട് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം ഞാൻ മ്യൂട്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇത് നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ പരിപാടിയുടെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരുവിധം പ്രോഗ്രാമുകളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പാട്ടും കാര്യങ്ങളൊന്നും ഇതിൽ ആഡാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. പിന്നെ ആരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഞാൻ കുറച്ചായി എൻ്റെ പല കാരണങ്ങൾ കൊണ്ട് ഞാൻ വീഡിയോ ഇടാതിരുന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു യൂട്യൂബർ എന്ന നിലയിൽ നമുക്ക് വീഡിയോ ഇടാതിരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുമെന്ന് കരുതണം. അപ്പോൾ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് മുന്നോട്ട് പോകാനും പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം വീഡിയോ ഇട്ടിട്ട് ഞാൻ മുന്നോട്ട് വരാം. നിങ്ങളുടെ സപ്പോർട്ടും കൂടി എനിക്ക് വേണം കേട്ടോ. അപ്പോൾ ഇനി അധികമൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളെല്ലാവരും വീണ്ടും പറയുകയാണ്, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പിയുമായോ അല്ലെങ്കിൽ വ്ളോഗുമായോ ഞാൻ വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. അടിപൊളി ശിങ്കാരിമേള ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പോയി കണ്ട് തകർത്ത് വരിക.